I, Willy Wonka, have decided to allow 5 children to visit my factory this year. These lucky 5 will be allowed to see all the secrets and magic. Hello guys, welcome back to my YouTube channel. I am HALLEL'S and you're watching HALLEL'S world. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ്. ചാർലി ആൻഡ് ദ ചോക്ലേറ്റ് ഫാക്ടറി എന്ന ബുക്ക് റിവ്യൂയുടെ പാർട്ട് 2 ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എല്ലാവരും പോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ എല്ലാവരെ കുറിച്ചും ഇങ്ങനെ ഓരോ ക്യാരക്ടേഴ്സിനെ നമ്മൾ ഒന്ന് എടുത്ത് അനലൈസ് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ വില്ലി വോങ്കയെ കുറിച്ച് പറഞ്ഞു, ചാർലി പുക്കറ്റിനെ കുറിച്ച് പറഞ്ഞു, അഗസ്റ്റസ് ഗ്ലൂപ്പിനെ കുറിച്ചും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത് വെറൂക്ക, മൈക്ക് ആൻഡ് വയലറ്റ്. വെറൂക്ക, മൈക്ക് ആൻഡ് വയലറ്റ്, ഇവരെ മൂന്നുപേരെ കുറിച്ചാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് അല്ല, നമ്മൾ ഇനി 4th ക്യാരക്ടറിനെ എടുക്കാം. ഈ ഒഗസ്റ്റസിന് സംഭവിച്ചതിന് ശേഷം നെക്സ്റ്റ് ഈ ഒരു അപകടത്തിലല്ല ഈ ഫാക്ടറി ഔട്ടായി പോകുന്നത് നമ്മുടെ വയലറ്റ് ആണ്. കുറച്ചൊക്കെ നമുക്ക് ഇനി ആ സംഭവങ്ങളൊക്കെ ഒന്ന് പറയാം. ഈ വയലറ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗം ച്യൂവറാണ്. ഗം എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഗം അഡിക്റ്റ് ആണ് ആ കുട്ടി. അപ്പം ഗമ്മിനോട് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. അപ്പം ഈ വയലറ്റിനെ കുറിച്ച് വേറെ അങ്ങനെ ഒന്നും ഇതിനകത്ത് പറയുന്നില്ല. വയലറ്റിന്റെ കൂടെ വന്നിരിക്കുന്നത് വയലറ്റിനെ അച്ഛനും അമ്മയുമാണ് വയലറ്റിന്റെ കൂടെ വന്നിരിക്കുന്നത്. ഈ വയലറ്റ് ഈ ഒരു ഫാക്ടറിയിൽ നിന്ന് ഔട്ട് ആവുന്ന ആ ഒരു സംഭവമാണ് എനിക്ക് ഇതിനകത്ത് വയലറ്റിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പൊ നമുക്ക് അതൊന്ന് പറയാല്ലേ. ഈ ഒഗസ്റ്റസ് ഈ ചോക്ലേറ്റ് റിവറിൽ വീണ് പൈപ്പിലൊക്കെ ആയി അവന്റെ ഷേപ്പൊക്കെ മാറിയപ്പോൾ അത് കഴിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞ് ഇവരെ നേരെ കൊണ്ടുപോകുന്നത് നമ്മുടെ എവിടേക്കാണ്, ഒരു റൂമിലേക്കാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇതിനകത്ത് എവിടെയും തൊടുകയൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മുന്നറിയിപ്പുകളൊക്കെ കൊടുത്ത് ഇവരെ റൂമിനകത്തോട്ട് കയറ്റി. അദ്ദേഹത്തിന്റെ പുതിയ ഇൻവെൻഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, എല്ലാ ഇൻവെൻഷൻസും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ റൂമിന്റെ ഏറ്റവും അവസാനത്തെ പാർട്ടിൽ അദ്ദേഹം ഇവരെ കൊണ്ടുപോകുന്നത് ഒരു വലിയ ജയന്റ് ഗംബോൾ മെഷീൻ ഉള്ള സ്ഥലത്തോട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നത്. അങ്ങനെ അതിനകത്തുനിന്ന് അവർ കുറച്ച് വില്ലി വോങ്ക കുറച്ച് ബട്ടൺസ് ഒക്കെ ഞെക്കുമ്പോഴേ എന്തൊക്കെയോ കുറെ ലിക്വിഡ്സ് വന്ന് മിക്സ് ആവുന്നു, അത് സ്ട്രിപ്പ് ആവുന്നു. എന്നിട്ട് ഒരു ബട്ടൺ ഞെക്കുമ്പോൾ ഒരു ഡ്രോയർ പോലെ വന്നിട്ട് അതിലിങ്ങനെ ഒരു സ്ട്രിപ്പ്. അപ്പൊ എല്ലാവരും വിചാരിക്കും ഇതെന്താ ഇത് ചോക്ലേറ്റ് അല്ലല്ലോ, ഇത് എന്താ ഇതെന്ന് എല്ലാവരും വിചാരിക്കുമ്പോൾ ഗം ച്യൂറായിട്ടുള്ള നമ്മുടെ വയലറ്റ് പറയും ഇതൊരു ഗമ്മാണ് എന്ന് പറയും. അപ്പൊ വില്ലി വോങ്ക പറയും യു ആർ റൈറ്റ് എന്ന് പറയും. അപ്പൊ ഈ വയലറ്റിന് ഇത് കണ്ട ഉടനെ ഈ ഗം എങ്ങനെയെങ്കിലും കഴിക്കണം എന്നായിരുന്നു വയലറ്റിന് ആഗ്രഹം. അങ്ങനെ ഈ വയലറ്റ് അതെടുത്തു ചവച്ച് തുടങ്ങിയപ്പോൾ അവള് പറഞ്ഞു വാവ്, ഇത് എന്ത് ടേസ്റ്റാ ഇത് എന്ന് പറയുന്നു. അപ്പൊ അതിനു മുമ്പ് വില്ലി വോങ്ക പറഞ്ഞിരുന്നു ഈ ഗമ്മിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഈ ഡിന്നറും മേടിക്കണ്ട, ലഞ്ചും വാങ്ങണ്ട, ബ്രേക്ക്ഫാസ്റ്റും വാങ്ങണ്ട, നിങ്ങൾക്ക് ഇനി ഒന്നും വേണ്ട. അടുക്കളകളിൽ ഇനി കത്തി കാണില്ല, വെജിറ്റബിൾസ് കാണില്ല, പാത്രങ്ങൾ കാണില്ല, ഒന്നും കാണില്ല. വില്ലി വോങ്കയുടെ ഈ ഗം മാത്രമേ കാണൂ എന്ന് പറഞ്ഞു. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അദ്ദേഹം പറഞ്ഞു ആദ്യം നിങ്ങളിത് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ബീഫ് റോസ്റ്റിന്റെ ടേസ്റ്റ് തോന്നും, പിന്നെ നിങ്ങൾക്ക് അങ്ങനെ പല ഡിഷസിന്റെ ടേസ്റ്റ് തോന്നും. ഏറ്റവും അവസാനമായിട്ട് ഡെസേർട്ടായിട്ട് ബ്ലൂബെറി വരും എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ നമ്മുടെ വയലറ്റ് എന്തോ ഒരു അതെടുത്തങ്ങ് കഴിച്ചു. അപ്പൊ അവൾ പറഞ്ഞു വാവ് യു ആർ റൈറ്റ്, ഇങ്ങനെ ടേസ്റ്റ് കിട്ടുന്നുണ്ട്. ഈ ബ്ലൂബെറി പൈ ആയപ്പോഴത്തേക്ക് അവൾ പറഞ്ഞു വാവ് ബ്ലൂബെറി പൈ ആയി എന്ന്, ബ്ലൂബെറി പൈയുടെ ആ ടേസ്റ്റ് എനിക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ വില്ലി വോങ്ക പറഞ്ഞു നീ തുപ്പി കളയാതെ ഫ്ലിച്ച് ചെയ്ത് കളയാൻ പറഞ്ഞപ്പോ അവൾ പറഞ്ഞു ഇല്ല, ഇത്രയും ടേസ്റ്റിലുള്ള സാധനം ഞാൻ തുപ്പി കളയണോ, ഞാൻ എന്തിനത് വേസ്റ്റ് ആക്കുന്നതെന്ന് ചോദിച്ചു. പക്ഷെ വില്ലി വോങ്ക പറഞ്ഞു അത് നിനക്ക് ഡേഞ്ചർ ആണ്, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടും പക്ഷെ നമ്മുടെ വയലറ്റ് അത് കേൾക്കാതെ ചെവിക്കൊള്ളാതെ വയലറ്റ് അത് ചെയ്തു. അവള് അത് ആ ഗം ഇറക്കി കഴിച്ചു. അപ്പോഴാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് അവളുടെ മുഖവും കാലും ഒക്കെ ബ്ലൂ കളർ, പർപ്പിൾ കളർ ആവുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു. അപ്പൊ എന്നിട്ട് നോക്കുമ്പോ അവളുടെ തലയൊക്കെയാണ്, തല ഒരു കുഞ്ഞു തല, ഈ ബോഡി ഇത്രയാണ് വലുതായി, ഒരു ബിഗ് ബ്ലൂബെറി പോലെ കുറെ വലുതായി. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഞാൻ 20 ഊമ്പാലൂമ്പാസ്, നമ്മുടെ ഊമ്പാലൂമ്പാസ്, ഞാൻ ആ ട്രൈബിനെ കുറിച്ച് പറഞ്ഞില്ല, ആ ഊമ്പാലൂമ്പാസ് ഞാൻ ട്രൈ ചെയ്തു. ഈ
blueberry is so annoying. This blueberry is so annoying. Blueberry ആകുമ്പോഴത്തേക്കും അവരെല്ലാം എന്താണെന്ന് അറിയത്തില്ല, വളരെയേറെ വീർക്കുകയാ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഈ വയലറ്റിന്റെ അച്ഛനും അമ്മയൊക്കെ അങ്ങ് ഭയങ്കര പാനിക് ആവാൻ തുടങ്ങി. അങ്ങനെ അവരെ പറഞ്ഞു, അങ്ങനെ ഈ വിലി പോക ഉപ്പാലുപ്പാസിനെ വിളിച്ചു ഇവളെ ജ്യൂസിംഗ് റൂമിലോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഈ അച്ഛനും അമ്മ ചോദിച്ചു, എന്താണ് അവളെ നിങ്ങൾ അവിടെ ചെന്നിട്ട് ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ പറഞ്ഞു, നമ്മളെ ഞങ്ങൾ സ്ക്വീസ് ചെയ്യും, അങ്ങനെ അവള് ഒരു വിസില് പോലെ ആവും അവള് എന്ന് ചോദിച്ചു. അപ്പൊ അവര് നമ്മുടെ ചാർലിയും ഗ്രാൻഡ്പയും മറ്റുള്ളവരും ഒക്കെ ചോദിച്ചു അപ്പൊ അവളുടെ ഈ പർപ്പിൾ കളർ മാറുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം അതൊക്കെ അതുപോലെ തന്നെ റിമൈൻഡ് ചെയ്തെന്ന് പറഞ്ഞു. ഇവരും ലാസ്റ്റ് ആ ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ വളരെ തിന്നായിട്ടുള്ള ഈ ഒരു വയലറ്റിനെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വയലറ്റ്. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്യാരക്ടറിനെ പരിചയപ്പെടാം. വെറൂക്ക സോൾട്ട്. ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നു, ഒരു വലിയ പണക്കാരന്റെ മകളാണ് ഈ വെറൂക്ക സോൾട്ട്. ടൺ കണക്കിന് വോങ്ക ബാർസ് ഒക്കെ വാങ്ങുമ്പോ അങ്ങനെ വളരെ ഏറെ അങ്ങനെ ഈ ഗോൾഡൻ ടിക്കറ്റ് കണ്ടുപിടിച്ച ആളാണ് ഈ കുട്ടി. ഈ വെറൂക്ക സോൾട്ട് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഔട്ട് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവള് പറയുന്നത്, ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ അച്ഛൻ എനിക്ക് വാങ്ങി തരുമെന്നാണ്. ഇവിടെ ഈ ഓഗസ്റ്റസ് ഗ്രൂപ്പ് ഔട്ടായി. എന്നിട്ട് ഇവര് ഒരു ചോക്ലേറ്റ് റിവറിൽ കൂടെയാണ്, ഒരു ബോട്ടിൽ കൂടെയാണ് ഇവർ പല സ്ഥലങ്ങളിലോട്ട് പല റൂമിലോട്ട് പോകുന്നത്. അപ്പൊ അവള് ഈ ഒരു ചോക്ലേറ്റ് അല്ല, ഈ ഒരു ക്യാൻഡി ബോട്ട് കാണുമ്പോൾ ഇവള് പറയാം, എന്റെ അച്ഛൻ ഇത് എനിക്ക് വേണം എന്ന് പറയും. ഇവിടെ ഈ വലിയ മുഖ ഉമ്പാലുംബാസിനെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴും എനിക്ക് ഉമ്പാലുംബാസിനെ വേണം എന്ന് പറയും. അങ്ങനെ ഇത് കഴിഞ്ഞിട്ട് ഇവർ നേരെ പോകുന്നത് ഈ ഫാക്ടറിയുടെ നട്ട്സ് ഒക്കെ തൊലിക്കുന്ന ഈ ഒരു സ്ഥലത്തോട്ടാണ്. നട്ട്സ് ഒക്കെ തൊലിക്കുന്ന പറഞ്ഞാൽ അണ്ണാനുകളാണ്. വാൾനട്ട് മുഴുവൻ നമ്മുടെ സ്ക്വിറൽസ് ആണ് തൊലിക്കുന്നത്. ട്രെയിൻഡ് ആയിട്ടുള്ള സ്ക്വിറൽസ് ആണ് തൊലിക്കുന്നത്. അപ്പം ഇത് കണ്ടുടനെ നമ്മുടെ വയലറ്റ് പറഞ്ഞു, എനിക്ക് ആടല്ല, നമുക്ക് എനിക്കിങ്ങനെ പല പെറ്റ്സ് ഉണ്ട്, ഡോഗ് ഉണ്ട്, ക്യാറ്റ് ഉണ്ട്, അങ്ങനെ പല സാധനങ്ങളുണ്ട്, പാരറ്റ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഊംബാലുംബാസിനെ വേണം, എനിക്ക് സ്ക്വിറൽസിനെ വേണം എന്ന് പറഞ്ഞു. അപ്പൊ വില്ലി വോങ്ക പറഞ്ഞു, നോ യു കാൺ ഡു ഇറ്റ്, അല്ലെ നിനക്ക് അത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇത് പറയുന്നതിന് മുൻപേ വെറൂക്ക സോൾട്ട് നമ്മുടെ ഈ വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോ 100 അണ്ണന്മാരുണ്ടായി. 100 അണ്ണന്മാരെ അവളെ ഇങ്ങനെ സ്റ്റെയർ നോക്കി. സ്റ്റെയർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാം. അങ്ങനെ നോക്കി. വെറൂക്ക മുമ്പോട്ട് നടന്നിട്ട് അവരെ ഇതുപോലെ നോക്കി. അപ്പോഴേക്ക് എല്ലാ കോർണറിലെ അണ്ണന്മാരെല്ലാം കൂടെ വന്നിട്ട് അവളുടെ ദേഹത്ത് പിടിച്ച് ഹെഡ് ആയിട്ടുള്ള ആള് അവളുടെ ദേഹത്ത് മുഴുവൻ കൊട്ടി നോക്കി. ഇങ്ങനെ കൊട്ടി നോക്കി. കാരണം ഇവര് ഓരോ വാൾനട്ട് കൊട്ടി നോക്കുമ്പോ അതില് നമ്മുടെ തലയില് ഈ ഒരു സൗണ്ട് കേട്ടില്ലേ? ഈ സൗണ്ട് കേട്ടുകഴിഞ്ഞാൽ അത് ചീത്ത വാൾനട്ട് ആണെന്ന് അർത്ഥം. അത് പിന്നെ അവർ തൊഴിച്ചൊന്നും നോക്കത്തില്ല. അതിന് നേരെ അവരുടെ ഹോളിലോട്ട് എടുത്ത് അങ്ങ് എറിയും. അങ്ങനെ ഈ ഒരു ഹോളിലോട്ട് ഇവര് ഈ വെറൂക്കയും എടുത്തെറിഞ്ഞു. അവർക്ക് രക്ഷപ്പെടാൻ സമയം കിട്ടിയില്ല. അപ്പൊ മിസ്റ്റർ സോൾട്ടും മിസ്സസ് സോൾട്ടും അച്ഛനും അമ്മയും കൂടെ ഈ ഹോളിനകത്തോട്ട് വേഗം ഈ വാതിൽ തുറന്ന് കണ്ടിട്ട് പാനിക്കായി വാതിൽ തുറന്ന് അങ്ങനത്തെ ഈ ഹോളിനകത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവരും അതിനകത്തോട്ട് വീണുപോയി. അപ്പൊ ഈ അതിനു മുൻപ് വെറൂക്ക ഇങ്ങനെ പോയപ്പോഴത്തേക്ക് അവർ ചോദിച്ചിരുന്നു, ഇനി എങ്ങോട്ടാണ് പോകുന്നത്, ഈ ഹോൾ എങ്ങോട്ടാണ് കണക്ട് ചെയ്യുന്നത് ചോദിച്ചാൽ പറയുന്നു ഇവിടുത്തെ ഗാർബേജ് ഒക്കെ ഉള്ള ചീത്ത സ്ഥലത്തോട്ടാണ് പോകുന്നത്. അപ്പൊ അതിനി എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചാൽ പറഞ്ഞിരുന്നു നമ്മൾ തീയൊക്കെ ഇടുന്ന അതിലോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മകളെ കത്തി കരിഞ്ഞു പോകില്ലെന്ന് ചോദിച്ചപ്പം അവര് പറഞ്ഞു, ഞങ്ങള് ഊമ്പാലുംബാസ് ആണെങ്കിൽ ഓരോ ദിവസം ഇടവിട്ടേ ചെയ്യാറുള്ളൂ. ഇന്ന് അത് കത്തിക്കേണ്ടാത്ത ദിവസമാണ്, അതുകൊണ്ട് ഇന്നത് കത്തിക്കില്ല. അവൾക്ക് എന്തായാലും ഒരു ചെറിയ ലക്കെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. അവള് മിക്കവാറും ആ ട്യൂബിൽ സ്റ്റക്കായിട്ട് ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അവൾക്ക് ചെറിയ പുഷായിരിക്കും വേണ്ട. അങ്ങനെയാണെങ്കിൽ അവർ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ അതിനകത്ത് വീണപ്പോഴത്തേക്കും അവൾക്ക് ഒരു കുഞ്ഞു പുഷ് മാത്രം മതിയായിരുന്നു. അവളെ അങ്ങോട്ട് പുഷ് ചെയ്ത് ഇവർ എല്ലാവരും കൂടെ താഴോട്ട് പോയി ആ ഗാർബേജിൽ വീണു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് എനിക്ക് കണ്ടിട്ട് ഏറ്റവും ചിരി വന്നത് കേട്ടോ, ഏറ്റവും ലാസ്റ്റ് അവർ ആ ഫാക്ടറിയിൽ നിന്നും പോകുമ്പോ അതിനകത്ത് അവരുടെ എല്ലാരും ഇങ്ങനെ പോകുന്ന ആ ഒരു പിക്ചർ കാണിക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ ആ ഒരു ഫോട്ടോയില് ഇത് കണ്ടോ, ഗാർബേജ് ഒക്കെ ആയിട്ട് അവരിങ്ങനെ പോകുന്നത്.
ഓക്കെ, അപ്പൊ ഇതായിട്ട് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഫണ്ണി ആയിട്ടൊക്കെ തോന്നിയത്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഈ വെറുക്കിയെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മുടെ മൈക്കാണ്. TV അഡിക്റ്റ് പോയി. അപ്പൊ മൈക്കാണെങ്കിൽ എന്നിട്ട് ചെന്ന് ചോദിക്കുകയാണ്, ഇതൊക്കെ കഴിഞ്ഞ് മൈക്ക് ചെന്ന് ചോദിക്കും, മൈക്കും ചാർജിയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ മൈക്ക് ചെന്ന് ചോദിക്കുമ്പോൾ ആണ് പറയുന്നത്, എനിക്ക് കാലൊക്കെ കഴിക്കുന്നത് ടെലിവിഷൻ റൂം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ടെലിവിഷൻ റൂം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ടെലിവിഷൻ റൂം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാണെങ്കിൽ അങ്ങനെ ടെലിവിഷൻ റൂം ഉണ്ട് എന്ന് പറയാം. അപ്പൊ അവർ ബോങ്ക ബാർ പരസ്യത്തിൽ നിങ്ങളങ്ങനെ ബോങ്ക ബാർ ടിവിയിലൂടെ അങ്ങനെയൊക്കെ അവർ പറയുന്നുണ്ട്, ഭയങ്കര മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പം മൈക്ക് പറയാണ്, ഞാനായിരിക്കും ആ ബോങ്ക ബാറിനെ പോലെ ആദ്യമായിട്ട് ടിവിയിലൂടെ ചെല്ലുന്ന ബോയ് എന്ന്, വീട്ടിൽ ചെല്ലുന്ന ബോയ് എന്ന് പറയും. അപ്പൊ ഈ നമ്മുടെ വലിയ ബോങ്ക പറയാം, നീ ആയിരക്കണക്കിന് പീസസ് ആയിട്ട് നീ മാറും, നീ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് അത് ഒന്നും മൈക്കിനെ സ്റ്റോപ്പ് ചെയ്തില്ല. മൈക്ക് ടിവിയിലോട്ട് ആ വൈറ്റ് സ്ക്രീനിലോട്ട് തന്നെ ആ മൈക്ക് അങ്ങ് പോയി. അപ്പോഴേക്കും മൈക്കിന്റെ പേരൻസ് ഒക്കെ പാനിക്കായി. അവന്റെ അമ്മ ആ സ്ക്രീനിന്റെ ഫ്രണ്ടിലോട്ട് നടന്നു, എന്നിട്ട് അവർ പാതി വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ വെറുക്കെ പോലെ തന്നെ അതും കാണിക്കുന്നുണ്ട്. അവരാണെങ്കിൽ ആ ടിവിയുടെ ഇടയിലൂടെ ഒക്കെ പോയിട്ട് 8 ഫീറ്റ് ഇത്ര ഉണ്ടായിരുന്ന കുട്ടി 8 ഫീറ്റ് ഉയരത്തിലായി വയറ് പോലെ അവൻ അങ്ങ് ഉണങ്ങിപ്പോയതായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ബുക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ഇനി ഏതൊക്കെ കുട്ടികളാണ് ലാസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇനി ആരൊക്കെ ഉണ്ട് എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വില്ലി ബോങ്ക തിരിഞ്ഞു നോക്കുമ്പോഴാണ് ചാർലി മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുന്നത്. അപ്പൊ ചാർലി അടുത്ത് പറഞ്ഞു, യു വോൺ ദ ഫാക്ടറി എന്ന് പറഞ്ഞു. ഇതുവരെ അവരടുത്ത് പറഞ്ഞത് വിസിറ്റ് ചെയ്യാനായിരുന്നു. യു വോൺ ദ ഫാക്ടറി എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെ ഫാക്ടറി തന്നെ സ്വന്തമാക്കാണ്. അതിനുശേഷം അവന് അതിനുശേഷമാണ് ഓരോരുത്തരും ഇങ്ങനെ പോകുന്നത് കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെ അവർക്ക് കുറെ ട്രക്ക് കണക്കിന് ചോക്ലേറ്റ്സും ഒക്കെ അവർക്ക് ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മുടെ കഥ ഒരു എൻഡിൽ വരികയാണ്. ഇത് ഇത്രേ ഉള്ളൂ ഈ ബുക്ക്. ഞാൻ പറഞ്ഞത് സെക്കൻഡ് പാർട്ട്, ചാർലി ആൻഡ് ദ ഗ്രേറ്റ് ഗ്ലാസ് എലിവേറ്റർ. ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി, The Charlie and the Chocolate Factory from the best storyteller Roald Dahl. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബുക്ക്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 കണ്ടിട്ട് വേണം പാർട്ട് 2 കാണാൻ, അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമന്റ്, സബ്സ്ക്രൈബ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ ഇനി എന്ത് തരത്തിലുള്ള വീഡിയോസ് ആണ് ഇടേണ്ടതെന്നും ഇതുപോലുള്ള വേറെ എന്തെങ്കിലും ബുക്സിന്റെ റിവ്യൂസ് വേണമെങ്കിൽ ദയവായിട്ട് നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അതൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്നെ കൊണ്ട് ആവുന്നതെല്ലാം ഞാൻ ചെയ്യും. So let's see